അപ്പൊ ഞാൻ ശ്രദ്ധിച്ചോളാം താൻ പറയുന്ന ആ പഴയ ഡിപ്പാർട്ട്മെന്റ് ആ കെട്ടിടത്തിൽ എവിടെയായിരിക്കും. എന്താ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. താങ്ക്സ് അലോട്ട്. ഇനി എനിക്കൊരു ചോയ്സ് തരണം. അച്ഛൻ പറഞ്ഞേൽപ്പിച്ചതാ. സച്ചി പറയും, ഇതിലേതാ സച്ചിക്ക് ഇഷ്ടപ്പെട്ട വെഡിങ് കാർഡ്? എല്ലാം ഒന്ന് കാണട്ടെ. തനിക്കിഷ്ടപ്പെട്ടത് താൻ സെലക്ട് ചെയ്തു. ബട്ട് ഓൺ കണ്ടീഷൻ, കാർഡിൽ നമ്മൾ രണ്ടാളുടെയും പേരുണ്ടായാൽ മതി. എന്താ? പറയുമ്പോ പുകഴ്ത്തുകയാന്ന് വിചാരിക്കരുത്. സത്യം പറഞ്ഞ അന്ന് അമ്പലത്തിൽ വെച്ച് പരിചയപ്പെട്ട നിമിഷം തന്നെ ചേച്ചിയുടെ രൂപം അങ്ങ് മനസ്സിൽ പതിഞ്ഞു പോയതാ. എന്തോ എവിടെയോ ഒരു ആത്മബന്ധം ഉള്ളതുപോലെ. അതുകൊണ്ടാ ഞാൻ ഈ നമ്പർ സംഘടിപ്പിച്ച് ഫോൺ വിളിക്കുന്നത്. നല്ല വാക്കുകൾക്ക് വളരെ സന്തോഷം. ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല ശ്രീലക്ഷ്മി ടീച്ചർ എന്നെ കല്യാണത്തിന് ക്ഷണിക്കുമെന്ന്. അതിപ്പോ ചേച്ചിയെ പോലൊരാളുടെ അനുഗ്രഹം സ്വന്തം മോന് വേണോന്ന് ആരാ ആഗ്രഹിക്കാത്തത്? പിന്നെ ഫോൺ വിളിച്ചു പറയുന്നതുകൊണ്ട് മാത്രം ചേച്ചി വരാതിരിക്കരുത്. എനിക്ക് വേണ്ടപ്പെട്ടവരായി ഇവിടെ അധികം ആരും ഇല്ലാത്തതുകൊണ്ടാ. ചേച്ചി തലേ ദിവസം തന്നെ വന്ന് അവനെ അനുഗ്രഹിച്ച വളരെ സന്തോഷമാവും. എന്നെ പ്രത്യേകം ഓർത്തു ക്ഷണിച്ചതിന് നന്ദിയുണ്ട്. പക്ഷേ തലേ ദിവസം വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ചില മരുന്നുകളൊക്കെ കഴിച്ചോണ്ടിരിക്കുക. അതൊന്നും മുടക്കാനോ സമയം തെറ്റിക്കാനോ പറ്റില്ല. ഏതായാലും ഞാൻ വിവാഹത്തിനുണ്ടാകും, ഉറപ്പിക്കാം. അതന്ന് എല്ലാവരും വരുമല്ലോ ചേച്ചി. ഇതിപ്പോ ചേച്ചി തലേ ദിവസം തന്നെ വന്ന് അവനെ പ്രത്യേകം ഒന്ന് അനുഗ്രഹിച്ചിരുന്നെങ്കില്. ശരി, ഞാൻ വരാൻ ശ്രമിച്ചു നോക്കാം ടീച്ചർ. പക്ഷേ ഉറപ്പു പറയാൻ പറ്റില്ല. ശ്രമിച്ചാ പോരാ, ചേച്ചി വരണം പ്ലീസ്. അതല്ല, നാളെ എന്റെ മരുമകള് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാ. ആ സമയം കൂടി കൺഫേം ചെയ്താലേ എനിക്ക് തീരുമാനിക്കാൻ പറ്റൂ. ശരി ചേച്ചി, താങ്ക്സ്. ഞാൻ പിന്നെ വിളിച്ചോളാം. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. നോക്കടാ സച്ചി, നമ്മുടെ ഗായത്രി ദേവി അമ്മ പകുതി സമ്മതിച്ചിട്ടുണ്ട്. കല്യാണ തലേന്ന് ഇവിടെ വന്ന് നിന്നെ അനുഗ്രഹിക്കാമെന്ന്. ഓ അത് ശരി. അപ്പൊ ഒരു VIP വരാൻ പോകുന്നതിന്റെ ഗമ ഇപ്പോഴേ ഈ ടീച്ചറിന്റെ മുഖത്തുണ്ടല്ലോ. ഒന്ന് പോടാ. ആ ചേച്ചിക്ക് അങ്ങനൊന്നുമില്ല. എല്ലാവരോടും നല്ല അടുപ്പവും കരുതലുവാ. അന്നേ സുദർശൻ ചേട്ടനെ ക്ഷേത്രത്തിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ദിവസേ അവരുടെ ഒരു ടെൻഷൻ ഞാൻ നേരിട്ട് കണ്ടതല്ലേ. ശരി ശരി. ഈ കല്യാണം കഴിയുന്നോടെ നിങ്ങൾ ഈ അമ്മമാരുടെ ഒരു സംഘടന ഉരുത്തിരിയോന്ന ഇപ്പോഴെന്റെ സംശയം. ഗായത്രി ദേവി പ്രസിഡന്റ്, സരോജ ശ്രീലക്ഷ്മി ടീച്ചറും സെക്രട്ടറിമാര്. എങ്ങനെയുണ്ട്? ഉഗ്രൻ. കൈ കൊടുക്ക്. ഏയ് മധുരല്ലോ. അല്ല, ഫോണിൽ പറയുന്ന കേട്ടല്ലോ മരുമകൾ അത്യാവശ്യമായിട്ട് എവിടെയോ പോകുന്നു. ഏത് മരുമകളെ കുറിച്ചാ മധുരല്ലോ പറഞ്ഞത്? എന്നെ ഉദ്ദേശിച്ചതെങ്കിൽ നാളെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ലല്ലോ. ആ സച്ചിയുടെ അമ്മ തലേന്നേ വിവാഹത്തിന് ചെല്ലണമെന്ന് വളരെ കാര്യമായി ക്ഷണിച്ചിരിക്കുക. എങ്ങനെ പറ്റില്ലെന്ന് പറയും ഞാൻ. ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്കാണെങ്കിൽ തലേ ദിവസം ഒന്ന് പോയിട്ട് വരാമായിരുന്നു. പക്ഷേ ഒരു ബന്ധവുമില്ലാത്ത ഇവരുടെ വീട്ടിൽ പോകുന്നത് ശരിയല്ല. അതിനാ ഞാനൊരു എക്സ്ക്യൂസ് പറഞ്ഞത്, ഒഴിയാൻ വേണ്ടിയിട്ട്. മനസ്സിലായി. അപ്പോ അതിനും എന്നെ തന്നെ മുതലാക്കി മധുരല്ലോ. നടക്കട്ടെ നടക്കട്ടെ. നമ്മള് വഴി കിടക്കുന്ന ചെണ്ടയല്ലേ, ആർക്കും കേറി കൊട്ടാലോ. കുടിക്കാൻ എന്താ വേണ്ടത്? ജിഞ്ചർ ടീ കൊണ്ടുവരാൻ പറയട്ടെ, ഓർ സംതിങ് കൂൾ? അയ്യോ ഒന്നും വേണ്ട മാഡം. ഞങ്ങക്ക് സാറിനെ കണ്ട് നേരിട്ട് ക്ഷണിക്കാൻ പറ്റിയില്ലേ, അത് തന്നെ ധാരാളമാണ്. അല്ലേ ശ്രീലക്ഷ്മി?
വരൂ, പുതിയ ഓഫീസൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. എല്ലാരെയും ക്ഷണിക്കുകയും ചെയ്യാലോ. സച്ചി, ആദ്യം ക്ഷണക്കത്ത് കൊടുക്കൂ സാറിന്. നമ്മള് വന്നത് അതിനാണ്. ഓ ഓ, അത് മറന്നു. ശരിയാണ് സാർ. ആദ്യം കത്ത് തരാം. സാറിന് നൽകിയിട്ടെ മറ്റുള്ളവർക്കെല്ലാം കൊടുക്കും ഞങ്ങള്. ശ്രീലക്ഷ്മി, വിളക്കിന്റെ മുമ്പിൽ വെക്കേണ്ട ക്ഷണക്കത്താണ്. ആദ്യത് സാറിന്റെ കൈകളിലേക്ക് തരുന്നു. കല്യാണത്തിന് സാർ മറക്കാതെ വരണം. വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. മാഡം. താങ്ക് യു. കത്തെങ്ങനെയുണ്ട് സാർ? ഇഷ്ടപ്പെട്ടോ? വളരെ നന്നായിരിക്കുന്നു. വെരി ഗുഡ്. മാഡം അഭിപ്രായം പറഞ്ഞില്ല. ഗുഡ്, സിമ്പിൾ ആൻഡ് എലഗന്റ് അല്ലേ സർ? അതെ അതെ, കൊള്ളാം. വരൂ, നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് ക്ഷണിക്കാം. ഓക്കെ സാർ. വാ. വരൂ, come on. Come. ഇത് രാധിക. ഹായ്. അക്കൗണ്ട് എന്റെ ശ്രീയുടെ മാരേജ് ആണ്. വരണം. ഓക്കെ, താങ്ക് യു. വാ. Come. സരോജം, സരോജമ്മേ, അമ്മ. വരൂ വരൂ, അകത്തേക്ക് വരൂ. ഞാൻ വന്നത് അസമയത്തായില്ലല്ലോ. എന്താന്നറിയില്ല, പെട്ടെന്ന് മോളെ ഒന്ന് കാണണമെന്ന് തോന്നി.
അതാ സമയം നോക്കാതെ വന്നത്. അയ്യോ അതിനെന്താ, മോൾ ഇവിടെയുണ്ട്, വന്നാട്ടെ. ആ നിങ്ങൾ വാ, നമുക്ക് എന്തെങ്കിലും കുടിക്കാം. അമ്മ മോളോട് അല്പം സംസാരിക്കട്ടെ. അയ്യോ അതൊന്നും വേണ്ട, മോളുടെ മൈലാഞ്ചിയിടല് നടക്കട്ടെ. ഞാൻ വന്നതുകൊണ്ട് മുടക്കമൊന്നും വരുത്തണ്ട. ഞാൻ ഉടനെ മടങ്ങിപ്പോകും. കൂടിപ്പോയ ഒരു 5 മിനിറ്റ്. അത് സാരമില്ല മാഡം, ഞങ്ങൾ കുറെ നേരമായിട്ട് ഇരിക്കായിരുന്നു. ഇനി അല്പം കഴിഞ്ഞിട്ട് മതി. വാ. മോളിരിക്കെ. എവിടെ നോക്കട്ടെ ഞാൻ. മൈലാഞ്ചിയുടെ ചിത്രമൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ഐശ്വര്യവും തെളിച്ചൊന്നും മോളുടെ മുഖത്ത് കാണുന്നില്ലല്ലോ. നോക്ക്, ഇനിയും സമയം വൈകിട്ടില്ല. മോള് എന്നൊന്ന് മൂളിയാ മതി. ഞാൻ അച്ഛനോടും അമ്മയോടും നേരിട്ട് സംസാരിക്കാം. ഈ വിവാഹം ഈ രാത്രിയിൽ നിർത്തിവെപ്പിക്കാൻ ഞാൻ ഒരു വാക്ക് പറഞ്ഞാ മതി. രവി ചെയ്തോളും ബാക്കിയെല്ലാം. ഇവിടെ ഈ കാര്യത്തിൽ എനിക്ക് മോളുടെയും രവിയുടെയും സമ്മതമാണ് പ്രധാനം. എന്തു പറയുന്നു നീ? അപ്പോ സച്ചോട് ഞാൻ വിശ്വാസവഞ്ചന കാണിക്കണമെന്നാണോ അമ്മ പറയുന്നത്? നാളെ കതിർമണ്ഡപത്തിൽ കയറി എന്റെ കഴുത്തിൽ താലി ചേർത്താൻ കാത്തിരിക്കുന്ന സച്ചയെ ഞാൻ ചതിക്കണോ അമ്മ? അമ്മ പറയൂ, കേൾക്കട്ടെ ഞാൻ. അങ്ങനെ ചോദിച്ചാ പെട്ടെന്നൊരു ഉത്തരം പറയാൻ എനിക്കാവില്ല മോളെ. അതെ, ഉത്തരം പറയാനാകില്ല. അതാ നമ്മുടെ എല്ലാ ഉത്തരം. രവിവർമ്മൻ സാറിനോട് ഞങ്ങളുടെ വിവാഹക്കാര്യം സംസാരിക്കാനാ ഞാൻ ചെന്നത്. പക്ഷെ സാർ എന്നോട് തിരിച്ചാവശ്യപ്പെട്ടത് സച്ചയെ വിവാഹം ചെയ്ത് സുഖമായിട്ട് ജീവിക്കാനായിരുന്നു. ആ മനംമാറ്റത്തിന് കാരണം ചോദിച്ചപ്പോ ഉത്തരം പറയാനാവില്ല എന്നായിരുന്നു മറുപടി. ഇന്നൊരു പക്ഷേ ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മൻ വിവാഹം നടക്കണമെന്ന് ഏറ്റവും ആദ്യം ആഗ്രഹിക്കുന്നത് ആ 2 പേരുടെയും അമ്മമാരാ. അതിനെതിരെ നിൽക്കുന്നത് ശ്രീലക്ഷ്മി എന്ന ഞാനും. ഇപ്പോ എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് നിങ്ങൾ ചോദിച്ച ഉത്തരം പറയാനാകില്ല എന്ന എന്റെ ഉത്തരം. ഐ എം സോറി അമ്മ. ഇനി ഒന്നിനും സമയമില്ല. എല്ലാം വൈകിപ്പോയി കഴിഞ്ഞു. കാര്യങ്ങൾ കൈവിട്ടുപോയി. വെറും കല്യാണക്കാരിയല്ല, എനിക്ക് എന്റെ ജീവിതം തന്നെയാ കൈവിട്ടു പോയത്. പ്രളയമഴയിൽ ഒഴുക്കിൽപ്പെട്ട അവസ്ഥയാ ശ്രീലക്ഷ്മിക്കിപ്പോ. ഈ പോക്കിനി ആർക്കും തടയാനാവില്ല. കടലിലെ കുത്തൊഴുക്കിലും ചൂഴിയിലുമേ ഇത് അവസാനിക്കൂ. എന്നെ രക്ഷിക്കാനുള്ള അമ്മയുടെ അവസാന ശ്രമത്തിന് നന്ദിയുണ്ട്. പക്ഷെ ഞാൻ രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ തയ്യാറല്ല ഞാൻ. അമ്മയ്ക്ക് മടങ്ങിപ്പോ പ്ലീസ്. മോളെ, എന്നാലും നിങ്ങൾ അവളുടെ മനസ്സ് കാണാതെ പോയതില് സങ്കടമുണ്ട് എനിക്ക്. ഇഷ്ടമില്ലാത്ത വിവാഹബന്ധം നരകമാണ് ചേച്ചി. ഞാനും ജീവിതത്തിൽ അതിന്റെ ഒരു ഇരയാണ്. അതോർത്തപ്പോ ഇവിടെ വന്ന് ചേച്ചിയോടത് പറയണമെന്ന് തോന്നി പറഞ്ഞു. അത്രേ ഉള്ളൂ. ഞാൻ പോണിപ്പോ.
നിനക്ക് കോള്. സച്ചിയാണ്, എടുക്കട്ടെ. ഹായ്. ഹലോ ശ്രീലക്ഷ്മി. ഹലോ. സോറി, ഈ സമയത്ത് വിളിച്ചത് ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ? ഇല്ല, സച്ചി പറഞ്ഞോളൂ. എനിക്ക് മനസ്സിലായി. ഞാൻ ഇനി ശ്രീലക്ഷ്മിക്ക് സ്ഥിരം ഡിസ്റ്റർബൻസ് ആണെന്നല്ലേ താനിപ്പോ ചിന്തിച്ചത്? മാരേജ് ഈസ് എ ലൈഫ് ലോങ് ബ്ലിസ്ഫുൾ ഡിസ്റ്റർബൻസ് എന്നാണ് ഒരു മഹാൻ പറഞ്ഞിട്ടുള്ളത്. ജീവിതാവസാനം വരെയുള്ള ഒരു സുഖമുള്ള ഉപദ്രവം. എന്താണ് തന്റെ അഭിപ്രായം? ആ, ഓക്കെ. എന്താണോ ഇത്? ഒരുമാതിരി തണുപ്പ മട്ടില് ഓക്കെ. ആരാണ് ആ മഹാനെന്നെങ്കിലും ചോദിക്കുതാൻ? ആരാന്ന് പറഞ്ഞോളൂ. അത് പിന്നെ വേറെ ആരാവാൻ, ഈ ഞാൻ തന്നെ, സച്ചി എന്ന സച്ചിദാനന്ദൻ. എന്താടോ, എന്റെ ജോക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക്? എനിക്ക് തുറന്നു പറഞ്ഞോ, ഞാൻ പുതിയ വേറൊരെണ്ണം പറയാം. പണ്ട് ശ്രീനിവാസൻ സാറ് വടക്കു നോക്കി യന്ത്രത്തില്. സോറി, വേറൊന്നും വിചാരിക്കരുത്. ഇന്ന് വീട്ടില് കുറച്ച് അത്യാവശ്യം ജോലി ഉണ്ടായിരുന്നു, അതിന്റെ ക്ഷീണമുണ്ട് എനിക്ക്. ഓക്കെ ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. അല്ല, മൈലാഞ്ചിയൊക്കെ ഇട്ടോ താൻ? ഇട്ടു. ഞാനും നമ്മുടെ സീനിയർ ശ്രീലക്ഷ്മി തമ്മിൽ ഇന്നൊരു ബെറ്റ് വെച്ചിരുന്നു. സീനിയർ ശ്രീലക്ഷ്മി പറഞ്ഞത് മൈലാഞ്ചി ഇടുമ്പോ തന്റെ കയ്യിൽ എന്റെ പേരെഴുതുന്ന. ഇല്ല എന്ന് ഞാനും. ഞാൻ പറഞ്ഞല്ലേ നടന്നവിടെ? താൻ തന്നെ ഉത്തരം പറയ്. എസ് എന്ന് എഴുതിയിട്ടുണ്ട് കയ്യിൽ. വാട്ട്? ഓ മൈ ഗോഡ്, താൻ എന്താ പറഞ്ഞത്? കേട്ടില്ല ഞാൻ. കയ്യില് എസ് എന്ന അക്ഷരാണ് എഴുതിയിരിക്കുന്നതെന്ന്. ഓ മൈ ഗോഡ്, ദാറ്റ് ഫാന്റാസ്റ്റിക്. അപ്പൊ ബെറ്റിൽ ഞാൻ തോറ്റു അല്ലേ? സാരമില്ല. എന്റെ ശ്രീലക്ഷ്മിയുടെ മുമ്പിൽ എന്നും എന്റെ ജീവിതാവസാനം വരെ തോക്കാൻ ഞാൻ തയ്യാറാ. ആൻഡ് യു നോ വൈ? Just because you are going to be my wife. And wife is always right. That's the best policy of life. പിന്നെ എനിക്ക് തന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്റെ ഫോണിൽ തന്റെ പേര് ഞാൻ എങ്ങനെ സേവ് ചെയ്യണമെന്നാ തന്റെ അഭിപ്രായം? ശ്രീമോളെന്ന് സേവ് ചെയ്യട്ടെ ഞാൻ? തന്റെ അച്ഛന്റെ ഫോണിൽ അങ്ങനെയാ പണ്ട് ഞാൻ കണ്ടത്. ഞാനും അങ്ങനെ സേവ് ചെയ്താലോ? അതോ ജൂനിയർ ശ്രീലക്ഷ്മി എന്നാക്കണോ? എന്തു പറയുന്നു താൻ? ഏയ് ശ്രീലക്ഷ്മി, ആർ യു ഓക്കെ ദേർ? താനെന്തോ കരയുന്ന പോലൊരു ഫീലിംഗ് എനിക്ക്. താങ്ക് യു സച്ചി. സച്ചി എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. താങ്ക് യു വെരി മച്ച്. ഓ മൈ ഗോഡ്, ദാറ്റ്സ് ഫാന്റാസ്റ്റിക്. എന്നും ഞാൻ എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമാണല്ലോ താനൊരു കൊച്ചു സെന്റൻസിലൂടെ ഇപ്പൊ പറഞ്ഞത്. എനിക്ക് സച്ചിയോട് സംസാരിക്കാനുണ്ട്. നമുക്കൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ സച്ചിയോട് പലപ്പോഴും സംസാരിച്ചെങ്കിലും ഒന്നും പൂർണ്ണമായി സംസാരിക്കാൻ പറ്റിയില്ല.